വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നലെ ഹോൾഡിംഗ് കമ്പനിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അതായത് ഒരു സബ്സിഡറി കമ്പനിയിൽ മോർ ദാൻ 50% ഷെയർ അക്വയർ ചെയ്യുക ഒരു കമ്പനി. അപ്പൊ നമുക്കറിയാം ഒരു എ എന്ന കമ്പനിയിൽ 80% ഓഫ് ഷെയർസ് ബി എന്ന കമ്പനി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എക്ക് ബാക്കി എത്രയുണ്ട്? 20% കൂടിയുണ്ട്. അപ്പൊ അത് 80% എന്താണ് എക്സ് എന്ന കമ്പനി അക്വയർ ചെയ്തു എ എന്ന കമ്പനിന്ന്. ബാക്കി 20% ഔട്ട്സൈഡേഴ്സിന്റെ ആണ്, അതായത് നമ്മുടെ അല്ല, വേറെ ആളുകളുടെയാണ്. അപ്പൊ അങ്ങനെ, പക്ഷെ അതിനെന്താണ്, ഇപ്പൊ 80% അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കൺട്രോളിങ് ഇൻട്രസ്റ്റ്. മെജോറിറ്റി ഓഫ് ഷെയർസ് ഇയാളുടെ കയ്യിലാണ്. അപ്പൊ ബാക്കിയുള്ളത് എന്താണ്? ആ സ്മോൾ പോർഷൻ ദാറ്റ് ഹോൾഡ് ബൈ ഔട്ട്സൈഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു കമ്പനി മോർ ദാൻ 50% ഓഫ് ഇക്വിറ്റി ഇൻ അനദർ കമ്പനി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ റിമൈനിങ് ഷെയർസ് വിൽ ബി ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ്. ആ ഔട്ട്സൈഡേഴ്സ് അപ്പൊ എത്ര ഹെൽഡ് ചെയ്യുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതെന്ത് ചെയ്യണം? ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യും വേണം. അങ്ങനെ ഔട്ട്സൈഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ആ മൈനർ ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ അതെന്താന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ ഷെയർ മാത്രമല്ല, അവരുടെ അവകാശം, ആ കമ്പനിയിലുള്ള അവരുടെ അവകാശം, നെറ്റ് അസറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ മുകളിലുള്ള പ്രോഫിറ്റിന്റെ മുകളിലുള്ള ആ അവകാശത്തിനെയാണ്, അതായത് ഔട്ട്സൈഡ് ഗ്രൂപ്പിന് അവകാശപ്പെട്ട പ്രപ്പോർഷൻ ഓഫ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നെറ്റ് അസറ്റ് ബിലോങ്ങിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നെറ്റ് അസറ്റ്സ് ദാറ്റ് ബിലോങ്സ് ടു ഇൻവെസ്റ്റർ ഫ്രം ദി ഔട്ട്സൈഡ് ഗ്രൂപ്പ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ലിമിറ്റഡ് ഹോൾഡ് 80% ഓഫ് ഷെയർ ഇൻ വൈ ലിമിറ്റഡ്. ദിസ് മീൻസ് അതിന്റെ 20% ഷെയർസ് ഈസ് ഹെൽഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. അല്ലെ, ഈ ഗ്രൂപ്പിന് 80% ഉള്ളൂ, ബാക്കി 20% വേറെ ആരോ ആണ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് 80% എക്സിന്റെ കയ്യിലുള്ള കാരണം എക്സ് ഹാസ് ദ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ആ മൈനോറിറ്റി ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് ആണ് ഈ 20% എന്ന് പറയുന്നത്. അപ്പൊ അവർ ദേ ഡു നോട്ട് ഹാവ് any controlling interest, so they are non-controlling interest. So എന്താണ്, ആ മൈനോറിറ്റി ഗ്രൂപ്പ് ഹാസ് എ പ്രപ്പോർഷനേറ്റ് ഷെയർ, അതായത് ആ കമ്പനിയുടെ അസറ്റിലും ആ കമ്പനിയുടെ പ്രോഫിറ്റിലൊക്കെ ആ മൈനോറിറ്റി ഗ്രൂപ്പിന് എന്തുണ്ട്? 20% ഷെയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ഇൻ ദ നെറ്റ് അസറ്റ് ഓഫ് എ സബ്സിഡയറി അവൈലബിൾ ടു ഔട്ട്സൈഡ് ഇൻവെസ്റ്റർ. ഔട്ട്സൈഡ് ഇൻവെസ്റ്ററിന് അവൈലബിൾ ആയിട്ടുള്ള ആ പ്രപ്പോർഷൻ ഓഫ് ഷെയർ ഇൻ അസറ്റ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് ഷെയർ ഇൻ ടോട്ടൽ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മുമ്പ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് ഇതാണ്: പാരന്റ് കമ്പനി 100%-നേക്കാട്ടിലും കുറവ് ഇക്വിറ്റീസ് ഒരു സബ്സിഡയറിയിൽ ഹോൾഡ് ചെയ്യുമ്പോഴാണ് അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. 100% ഹോൾഡ് ചെയ്യുമെങ്കിൽ ദർ ഈസ് നോ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. കാരണം ഫുള്ള് അവകാശം ആർക്ക് തന്നെയാണ്? പാരന്റ് കമ്പനിക്കാണ്. അപ്പൊ നമ്മള് ആസ് പെർ റൂൾ ദിസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. അത് നമ്മൾ കാണിക്കണം. അപ്പൊ അത് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോർമലി 2 മെത്തേഡ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്: നമുക്ക് ഇങ്ങനെ ഇൻഫോർമേഷൻ തന്നിരിക്കുകയാണെങ്കിൽ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ആഡ് ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി കമ്പനി. അതായത് ഈ ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്യുന്നതിന് മുമ്പ് മേ ബി എന്താണ്, അവർക്ക് അതിനകത്ത് ഷെയർ ഉണ്ടാവില്ല. അപ്പൊ ആ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിലുള്ള ഷെയർ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അക്വയർ ചെയ്തതിന് ശേഷവും ദേ വിൽ ഹോൾഡ് ഒരു 20%, 10% ഒക്കെ ഹോൾഡ് ചെയ്യാം ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ്. സോ പോസ്റ്റ് അക്വിസിഷന് ശേഷം ഉള്ള പ്രോഫിറ്റിൽ അവരുടെ ഷെയർ, ഇത് രണ്ടും കൂടി
വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കൂടെ ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. സോ എന്ത് ചെയ്യുക, മൈനോറിറ്റി ഷെയർ ഹോൾഡറിന്റെ വാല്യൂന്റെ കൂടെ വി ഹാവ് ടു ആഡ് ദ ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി കമ്പനി. അതായത് ഹോൾഡിംഗ് കമ്പനി ഷെയർ അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള അവകാശം പ്ലസ് അക്വയർ ചെയ്തതിന് ശേഷമുള്ള അവകാശം എല്ലാം കൂടി ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതല്ലെങ്കിൽ വി ഹാവ്, നമുക്ക് എന്ത് ചെയ്താൽ മതി, നെറ്റ് അസറ്റിലുള്ള സബ്സിഡറി കമ്പനിയുടെ നെറ്റ് അസറ്റിലുള്ള മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രപ്പോർഷൻ അറിഞ്ഞാലും മതി. അതായത് നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്, അല്ലെങ്കിൽ വേറെ ഇങ്ങനത്തെ ഇൻഫോർമേഷനാ തന്നിരിക്കുന്നതെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ടോട്ടൽ അസറ്റ്സ് എക്വയർഡ് മൈനസ് ടോട്ടൽ ലൈബിലിറ്റീസ് അസ്യൂംഡ്. എന്നിട്ട് അതിന്റെ എത്രയാണോ ഷെയർ ഹോൾഡേഴ്സ്, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹെൽഡ് ചെയ്യുന്ന ആ പെർസെന്റേജ് കണ്ടു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഷെയർ ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഒന്നില്ലെങ്കിൽ നെറ്റ് അസറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്, അതല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് എക്വയർഡ് മൈനസ് ടോട്ടൽ ലൈബിലിറ്റീസ് അസ്യൂംഡ്. അങ്ങനെ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു പാരന്റ് കമ്പനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. നമ്മൾ നോൺ കറന്റ് ലൈബിലിറ്റി ആയിട്ടാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് വി ക്യാൻ കാൽക്കുലേറ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ 2 മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഒന്നുമില്ല, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ വാല്യൂ ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. അതിന്റെ കൂടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയറും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്നത് നെറ്റ് അസറ്റുകൾക്ക് നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ ആണ്. വാല്യൂ ഓഫ് ഷെയർ തന്നിട്ടില്ലെങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് നെറ്റ് അസറ്റ്സ് എക്വയർഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ നെറ്റ് അസറ്റിന്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് അസറ്റ് അക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഒന്നില്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ബി, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് അക്വയർഡ് മൈനസ് ടോട്ടൽ ലൈബിലിറ്റീസ് അസ്യൂംഡ് യൂസ് ചെയ്യാം. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ക്ലാരിറ്റി ഉണ്ടാവും. പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നിങ്ങൾക്ക് എക്സാം ഒക്കെ അല്ലേ, അപ്പോൾ തിയറി ജസ്റ്റ് ഒന്ന് പഠിക്കാം. താങ്ക് യു.